ഹായ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു സിമ്പിൾ നെക്ക് പാറ്റേണുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി ചുരിദാറിൻ്റെ നെക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. വട്ടം മടക്കിയിട്ട് ആ കട്ട് ചെയ്തിരിക്കുന്ന ആ ഭാഗമുണ്ടല്ലോ, അതൊന്നുകൂടി ഉള്ളിലേക്ക് മടക്കി നെക്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു പാറ്റേൺ നമുക്ക് ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് ഒത്തിരി പാറ്റേൺസ് ചെയ്തെടുക്കാം. നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ക്രോസ് പീസ് ഫ്ലെക്സിബിളാണ്. നമുക്ക് ഇഷ്ടം പോലെ വളച്ച് ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് നെക്ക് പാറ്റേൺസ് എളുപ്പം ചെയ്യാവുന്നത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ച് നമ്മുടെ ഐഡിയ അനുസരിച്ച് പാറ്റേൺസൊക്കെ ചെയ്യാം. അപ്പോൾ പാറ്റേൺസ് ചെയ്യുന്നത് പറ്റുകയാണെങ്കിൽ കമൻറ്റിലൊന്ന് ഇട്ടാൽ സന്തോഷം. ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയിരിക്കുന്ന കുറച്ച് ഐഡിയകളാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇതുപോലെ ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പകുതിക്ക് അപ്പുറം കടന്ന് കഴിയുമ്പോൾ താഴത്തേക്ക് വളച്ചു കൊണ്ടുവരിക. അത് ടോപ്പിൻ്റെ താഴെ വരെ പോയാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഈ ടോപ്പിൻ്റെ ഒരു പാറ്റേൺ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത്തരത്തിൽ നിർത്തുവാണ്. ഇതുപോലെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറുഭാഗം ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പാകത്തിനാണ് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ താഴെ വരെ പോകണമെങ്കിൽ പോകാം. അത് നമ്മുടെ ഇഷ്ടം പോലെ ഇരിക്കും. അല്ലെങ്കിൽ അവിടെ ഫിനിഷ് ചെയ്ത് ചെയ്യുക. പിന്നീട് ഒരു 1.5 ഇഞ്ച് സ്ക്വയർ പീസ് തുണി എടുത്തിട്ട് ഇതുപോലെ മടക്കണം. നമ്മൾ ബോട്ടൊക്കെ ഉണ്ടാക്കാൻ ചെയ്യില്ലേ, അതുപോലെ മടക്കിയിട്ട് വീണ്ടും ഇതുപോലെ മടക്കണം. ഈ തയ്ച്ച് വെച്ചിരിക്കുന്ന ആ ക്രോസ് പീസിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ചെയ്തു കൊടുക്കണം. ഇതുപോലെ കുറച്ചധികം ഒരുമിച്ച് മാല പോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പമുണ്ടാകും. ആദ്യം നമ്മൾ എത്ര വലിപ്പമുള്ള സൈസ് തുണിയാണോ മുറിച്ചെടുത്ത് ഇത് മടക്കി ചെയ്യുന്നത്, അതേ സെയിം സൈസ് കുറച്ചധികം പീസുകൾ മുറിച്ചെടുത്ത് ചെയ്ത് വെക്കുകയാണെങ്കിൽ വ്യത്യാസം വരില്ല. എന്നിട്ട് ഇത് ഓരോന്നെയായിട്ട് നമുക്കിഷ്ടമുള്ള ഗ്യാപ്പിന് കേട്ടോ അടുപ്പിച്ച് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ. അത് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പുറത്തേക്ക് വലിച്ചകത്തി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കൃത്യമായ ഗ്യാപ്പിൽ ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിലാണ് ഭംഗി ഉണ്ടാവുകയുള്ളൂ. പിന്നെ അത് നമ്മൾ മടക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് കട്ടി കൂടുതലുള്ളത് കൊണ്ട് അവിടെ സ്റ്റിച്ച് വീഴാൻ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. അത് ശ്രദ്ധിച്ച് ചെയ്യണം. അല്ലെങ്കിൽ അതൊരു അഭംഗിയായിട്ടിരിക്കും. പിന്നെ നമുക്ക് ഇത് കോൺട്രാസ്റ്റ് കളർ, ഓപ്പോസിറ്റ് കളർ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള വർക്കിന് കൂടുതൽ ഭംഗി വരുന്നത്. വേണമെങ്കിൽ സെയിം മെറ്റീരിയലിൽ വേറൊരു കളർ യൂസ് ചെയ്യാതെ പരീക്ഷിച്ച് നോക്കാൻ പറ്റും. അത് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്ന ആ ഷെയ്ഡ് വരുന്നത് കൊണ്ട് ഒരു ഭംഗി ഉണ്ടാവും. അതും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഉള്ളിലേക്ക് വെക്കുമ്പോൾ അത് തടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് പിടിക്കാതെ വരുന്ന ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഇതിപ്പോൾ എല്ലാ വിഷയത്തിലും അങ്ങനെ കട്ടി കൂടുന്നതനുസരിച്ച് സ്റ്റിച്ച് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് ചിലതിൽ. എനിക്കിന്നിപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ചില സ്ഥലത്ത് സ്റ്റിച്ച് പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു സാധാരണ മെഷീനാണ്, അതിൻ്റെ ആയിരിക്കും. ഇന്നത്തെ നെക്ക് പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുന്ന കാര്യം മറക്കണ്ട.